എന്താണ് യഥാർത്ഥത്തിൽ നിയമം? ഛത്തീസ്ഗഡിൽ മതസ്വാതന്ത്ര്യ നിയമമുണ്ട്. ശരി, മതസ്വാതന്ത്ര്യ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്ന് വാദിക്കാം. അതൊക്കെ വാദത്തിന് പറയാം. എന്താണ് മതസ്വാതന്ത്ര്യ നിയമം പറയുന്നത്? ഈ നിയമം പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കൽ, പ്രലോഭനം, ഭീഷണി, അനാവശ്യ സ്വാധീനം, നിർബന്ധം, വിവാഹം അല്ലെങ്കിൽ വഞ്ചനാപരമായ മാർഗങ്ങൾ എന്നിവയിലൂടെ ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിവർത്തനം നിരോധിക്കുകയാണ് നിയമലക്ഷ്യം. അതാണ് നിയമലക്ഷ്യം. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മതത്തിലേക്ക് മാറണമെങ്കിൽ അത് ഇതിന്റെ പരിധിയിൽ വരില്ല. ഇനിയിപ്പോൾ ഇവരുടെ ഈ കേസിലേക്ക് വരുമ്പോൾ അവിടെ മതപരിവർത്തനം നടന്നിട്ടില്ല. ആ 3 പെൺകുട്ടികളും ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. നോക്കൂ, ഇവരെ കാണാൻ പോയ ആനി രാജ എഴുതുകയാണ്, അവർക്ക് ചെരുപ്പിടാൻ, ജയിലിനകത്ത് ചെരുപ്പിടാൻ പോലും നിർവാഹമില്ല. ചെരുപ്പില്ലാതെ ഈ 60 വയസ്സ് കഴിഞ്ഞ്, നമ്മൾ ഇന്നലെ പ്രായം തെറ്റിപ്പോയതാണ്, 60 വയസ്സിന് മേലെയാണ് ഈ 2 കന്യാസ്ത്രീകളും. അവർക്ക് ചെരുപ്പിടാൻ പോലും പാടില്ല. അവർ മുഴുവൻ കന്യാസ്ത്രീകളുടെ വേഷത്തിലാണോ നിൽക്കുന്നത്? അല്ല. കാരണം അവർക്ക് കൊന്ത ധരിക്കാൻ അനുവാദമില്ല. കൊന്ത പോക്കറ്റിൽ വെച്ചാൽ മതി. കൊന്ത കാണുമ്പോൾ അവർക്ക് ഹാലിളകും, അതിലെ കുരിശ് കാണുമ്പോൾ ഹാലിളകും. അതുകൊണ്ട് അത് അകത്ത് വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് മതസ്വാതന്ത്ര്യമാണ് ഇവിടെ നടക്കുന്നത്? എന്ത് ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്?